വിധിയിൽ തൃപ്തിയുണ്ട് എന്നാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഇക്ബാൽ ഇപ്പോൾ ചെന്താമരയെ പുറത്തേക്ക് എത്തിക്കുന്നത് എപ്പോഴാണ്? അതോടൊപ്പം സജിതയുടെ മക്കളും അവിടെ ഉണ്ടോ? അവരുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായും സ്മൃതി, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാൻ വേണ്ടി സാധിക്കും. ഈ കോടതിയുടെ ഒരു വശത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം നിൽക്കുന്നത് നമുക്ക് കാണാം. ആ ഭാഗത്തായാണ് ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള ചെന്താമര അവിടെ ഉള്ളത്. തൊട്ട് മറുവശത്തായി തന്നെ സജിതയുടെ മക്കളായിട്ടുള്ള അതുല്യ, അഖില ഉൾപ്പെടെയുള്ള ഈ സജിതയുടെ ബന്ധുക്കളും ഇവിടെ തന്നെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവർ പൂർണ്ണമായും ഈ ശിക്ഷാവിധിയിൽ തൃപ്തരാണ്. കാരണം എത്തിക്കാൻ കഴിയുന്ന മുഴുവൻ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും സാക്ഷികളെയും എല്ലാം കോടതിയിലേക്ക് എത്തിച്ചു. അത് വളരെ നിർണായകമായി ഈ കേസിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ എത്തിച്ചുകൊണ്ട് തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സാക്ഷികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു. സ്മൃതി, തീർച്ചയായും ഒരുപക്ഷെ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് കൃത്യമായി തന്നെ കാണിച്ചു തരും. പ്രതി ചെന്താമര ഇപ്പോൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ നിന്ന് ഇപ്പോൾ താഴേക്ക് ഇത്തരത്തിലുള്ള താഴെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് അദ്ദേഹം. അയാൾ ഇപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇടയിൽ നിന്ന് ഇപ്പോഴും ഈ താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഇന്ന് ഈ ശിക്ഷാവിധി പ്രഖ്യാപന സമയത്തും യാതൊരു രീതിയിലുള്ള കുറ്റബോധമോ അല്ലെങ്കിൽ ഭാവഭേദങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കൂസലുമില്ലാതെയാണ് ഇന്നും ചെന്താമര കോടതിയിലേക്ക് എത്തുകയും ഈ ശിക്ഷാവിധി അറിയുകയും ചെയ്തത്. നമ്മൾ നേരത്തെ സുധാകരനെയും അമ്മ ലക്ഷ്മിയും എല്ലാം കൊലപ്പെടുത്തിയ സമയത്ത് ചെന്താമര എങ്ങനെയാണോ ആലത്തൂർ കോടതിയിലേക്ക് എത്തി എനിക്ക് 100 വർഷത്തേക്ക് ശിക്ഷ തരൂ, തന്നെ ഉള്ളിലേക്ക് ഇടൂ, തന്നെ ജയിലിൽ അടയ്ക്കൂ എന്നെല്ലാം വിളിച്ചു പോയി പറഞ്ഞത് അതേ ചെന്താമരയെ തന്നെ നമുക്ക് ഇന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്ര ദിവസം ജയിലിൽ കടന്നിട്ടും അയാൾക്ക് യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നെ ഇപ്പോൾ കോടതിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇയാളുടെ സ്വഭാവത്തിൽ യാതൊരു രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. മാനസാന്തരപ്പെടാനുള്ള യാതൊരു രീതിയിലുള്ള ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ശിക്ഷാവിധി ഇയാൾക്ക് നൽകുന്നതെന്നും ഇപ്പോൾ കോടതി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതി ചെന്താമരയെ കോടതിയിൽ നിന്ന് ഇറക്കും. ഇയാളെ തിരിച്ച് തൃശ്ശൂരിലെ ഈ വിയൂരിലുള്ള അതീവ സുരക്ഷാ ജയിലിലേക്ക് തന്നെയായിരിക്കും മാറ്റുക. കാരണം ഇയാൾ നേരത്തെ ആലത്തൂരിലെ ജയിലിലെല്ലാം ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടുത്തെ മറ്റ് ജയിൽ തടവുകാർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇയാളെ കൂടുതൽ സുരക്ഷയുള്ള വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത്. ഒരു അപകടകാരിയായ ക്രിമിനൽ എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ എന്ന് വേണം കരുതാൻ ഇക്ബാൽ. അതുകൊണ്ടാണ് അയാൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല, അയാൾക്ക് ഈ ക്രൂരത ചെയ്യുന്നതിൽ ഒരു കുറ്റബോധവുമില്ല. ഇതാണ് കോടതിയുടെ വിലയിരുത്തൽ. ഇനി പരോൾ നൽകുമ്പോഴും പൂർണ്ണമായും സാക്ഷികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നുള്ള കാര്യം കോടതി പറയുകയാണ്.